എന്നും രാവിലെ നമ്മളെ കൊടംപുളി മരത്തിന്റെ അടിയിൽ വന്ന ഇതുപോലെ കൊടംപുളി കിടക്കുന്നുണ്ടാവും. നമുക്ക് വേഗം പെറുക്കിയെടുക്കാം. ഇപ്പൊ നല്ല പഴുത്തതുകൊണ്ടേ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല വലിയ കൊടംപുളി, വലുതും ചെറുതൊക്കെ ഉണ്ട്. ബിയമോളം ഉണ്ട് പെറുക്കാൻ. കൊടംപുളിന്റെ പ്രത്യേകത ഇത് കണ്ടില്ലേ, ഇതുപോലുള്ള നല്ല വലുപ്പമുള്ളതും ഉണ്ടാവും പഴുത്തത്, അതുപോലെ തന്നെ ഇതാ ചെറുതും പഴുത്തതുണ്ടാവും കേട്ടോ. ഇങ്ങനെ വീഴുക. എല്ലാം നമുക്ക് വലുതായിട്ടൊന്നല്ല കിട്ടുക, ഇങ്ങനെ വലുതും ചെറുതും ഇതാ ഒരു മീഡിയം വലുപ്പമുള്ളതും എല്ലാം ഉണ്ടാവും. അപ്പം ഇങ്ങനെ നല്ല മഴയുള്ള സമയത്താണ് നമ്മളിവിടെ കൊടംപുളി ആയി കിട്ടുക. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു, അന്നൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ കണ്ടോ ഇഷ്ടം പോലെ വീഴുന്നുണ്ട്. ഇതിപ്പോ ഇന്ന് രാവിലെ വീണതാണ്, ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ എന്നും രാവിലെ വന്നാല് അത്യാവശ്യം നമുക്ക് എടുക്കുന്ന കൊട്ടയ്ക്കുള്ള അത്രയും കൊടംപുളിയും കിട്ടുന്നുണ്ട്. ഇതെവിടെയൊക്കെ ഉണ്ട്. അപ്പൊ വേഗം നമുക്കൊന്ന് പെറുക്കിയെടുക്കാം. അതെ ബിയമോള് ഇവിടെ നോക്ക്, നല്ല വലുപ്പമുള്ളത്. പെറുക്കാൻ എളുപ്പം വലുപ്പമുള്ള അല്ലേ. ചെറുത് കുറച്ച് പണിയൊക്കെ തെരഞ്ഞു പെറുക്കണം. ചെളി ഉണ്ടാവും, അതൊക്കെ നമ്മൾ കഴുകിയെടുക്കും. കൊടംപുളി പിന്നെ നമ്മള് പറിക്കലില്ല കേട്ടോ, കുലുക്കി ചാടിക്കലില്ല. ഇതുപോലെ പഴുത്തന്നെ വീഴലാണ്. അപ്പൊ നമുക്ക് ഉണക്കാനും എളുപ്പമാണ്. ഒരുമിച്ച് കുറെ എടുത്ത് ഉണക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് മഴക്കാലൊക്കെ ആയതുകൊണ്ട് അടുപ്പിന്റെ മുകളിൽ തട്ട് കെട്ടിയിട്ടൊക്കെ ഉണക്കല്. ഇതാകുമ്പോ നമുക്ക് അന്നന്ന് ഉണക്കാനുള്ളത് അങ്ങനെ കിട്ടും. പിന്നെ കുലുക്കി കഴിഞ്ഞാൽ പച്ചയും വീഴും കേട്ടോ. ഇതൊന്നും നമുക്ക് നിലത്തിടാതൊന്നും പറിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തായാലും കമ്പ് പിടിച്ചിട്ട് കുലുക്കണം. തോട്ടിയൊക്കെ ഉപയോഗിച്ച് കുലുക്കി ചാടിക്കല. അപ്പൊ അങ്ങനെ നമുക്ക് കുറെ പച്ച വീഴും. ഇപ്പൊ പിന്നെ എല്ലാം പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം കണ്ടില്ലേ, ഇന്നിപ്പോ രാവിലെ മാത്രമുള്ള കൊടംപുളിയാ അത്. ഇനി നമുക്ക് വൈകിട്ട് ഇതുപോലെ വീഴും. പകൽ ചെറിയൊരു കാറ്റൊക്കെ വന്നാൽ നല്ല വീഴുന്നുണ്ട്. അതാ നമ്മളങ്ങോട്ടൊക്കെ നോക്കിട്ടോ. ശരിക്കും മരത്തിന്റെ അടിയിലല്ല, ചുറ്റും തെറിക്കുന്നുണ്ട് നല്ലത്. അപ്പൊ നേരെ അടിയിൽ നോക്കിയാലല്ല കേട്ടോ കൂടുതൽ കിട്ടുന്നതൊക്കെ. ഇത് കണ്ടില്ലേ, ഇത്ര ദൂരക്കൊക്കെ കൊടംപുളി തെറിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതാ ഇത്രയും കൊടംപുളി കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ ഉണക്കിയെടുക്കുന്നത് അടുപ്പിന്റെ മുകളിൽ തട്ട് കെട്ടിയിട്ടാണ്. അപ്പൊ തട്ട് ഫുള്ളാണ് ഇപ്പം. അപ്പൊ ഈ ആഴ്ച പെറുക്കിയതൊക്കെ നമുക്ക് ഇടണമെങ്കിൽ അതൊന്ന് ഉണങ്ങി കിട്ടണം. ബിയമോള് കണ്ടില്ല അല്ലെ, വലുത് പെറുക്കി വിടുന്നുണ്ട്. പിന്നെ ബിയമോള് എവിടുന്ന് തപ്പിയിട്ട് വലുത് കൊണ്ടുവരും. അപ്പം ഇതുപോലുള്ള പഴുത്ത കൊടംപുളി ആവശ്യമുള്ളവർ ഈ ഒരാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ഡെയിലി ഇതുപോലെ ഇങ്ങനെ 2 നേരമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ കുറെ മുന്നേ നമുക്ക് വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിട്ട് പച്ച കൊടംപുളി, പച്ച എന്ന് പറയുന്നത് ഇതുപോലെ പഴുത്ത കൊടംപുളി തരുമെന്നൊക്കെ. അപ്പൊ വന്നോളി കേട്ടോ, അത് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ പച്ചക്കൊടംപുളി നമുക്ക് കുറെ കാലം എടുത്തു വെക്കാൻ. പച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പഴുത്തതിനെ പച്ച തരുന്ന ഉണക്കാത്തതിനെ ഇത് എടുത്തു വെക്കേണ്ട ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ, അങ്ങനെയൊക്കെ എടുത്തു വെക്കാം. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വന്നോളി. ഇതുപോലുള്ള നല്ല പഴുത്ത കൊടംപുളി കൊണ്ടുപോവാ.